അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ഇതാക്കുന്ന രാവിലെ തന്നെ എണീറ്റിങ് ആൻഡ് ഇന്ന് നമ്മൾ കിട്ടുന്ന ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പരിപാടി എന്താ? ഷെമിയേ നമ്മൾ എന്താ ഇന്ന് പരിപാടി പ്ലാൻ ചെയ്തത്? ഷെമി ഇവിടെ യൂട്യൂബിൽ നോക്കി എന്തൊക്കെ ഫുഡുകളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കട്ടെ. യൂട്യൂബിലൊക്കെ നോക്കി എന്തൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. എന്താ ഉണ്ടാക്കണേ? കഞ്ഞിയോ? അല്ല ഇവിടെ എന്താ മോത്ത് ഇവിടെ എന്താ കുരു? അല്ല എന്താ സംഭവം പറയ്. എന്താ ഉണ്ടാക്കണേ? കറണ്ട് ഇല്ല അല്ലേ അന്ന്? പക്ഷെ എന്നാലും എന്തോ വോൾട്ടേജ് കുറഞ്ഞാണ്ട് കറണ്ട് പോണൂല്ല. പക്ഷെ വോൾട്ടേജ് എന്തോ ഒരു കളിയില്ലേ? എന്ത് തേങ്ങ അരച്ച് വെക്കട്ടെ? തേങ്ങ അരച്ച് വെക്കാൻ വേണ്ടിട്ട് വിചാരിച്ചു. കറണ്ട് ഇല്ല. ഓ സെറ്റ്. മുട്ടക്കറി 3 മുട്ട കറക്റ്റ് ആക്കി. ഒന്ന് ക്ഷമിക്ക്. 2 എനിക്ക് വേണ്ടി വരൂ. ഒന്ന് ആവശ്യത്തിന് കേസ്, ഒന്ന് എനിക്ക്. അപ്പൊ കേസ് നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താ ക്ഷമി? അപ്പൊ ഗൈസ് ഇന്ന് ഷെമിക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോണം. കൂട്ടത്തിൽ എനിക്ക് ഒന്ന് എടുക്കണം എന്നുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എടുക്കും. അതല്ല ഞാൻ രാത്രി വേറെ പോയിട്ട് എടുക്കും. അല്ല നല്ല കിട്ടിയാ എടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് അനുസരിച്ച് ചെയ്യും. ഒരുപാട് ടൈം ഇപ്പൊ അശ്വനായിട്ട് പുറത്തിരുന്നൂടല്ലോ. അശ്വന് ജലദോഷവും കാര്യമൊക്കെ അല്ലേ. മെനിയാന്ന് ഞങ്ങൾ പോയില്ലേ ഷെമേ? സ്നോ ഫാന്റസി അടിപൊളി. വീഡിയോ കണ്ടില്ലേ? ഞാൻ പോരാഞ്ഞ നഷ്ടായിപ്പോയി. എന്തേ? അത് ഗണ്ണ് ചെയ്ത് ഞാൻ എടുത്തതാ സംഭവം. എന്താ അതിന് ട്രിക്ക് ഉണ്ടോ പോലെ? ആ ട്രിക്ക് എന്താ? അവിടെ തന്നെ ലെഫ്റ്റ് സൈഡില് അവിടുത്തെ ചുമരുമേല് ചെറിയൊരു സ്റ്റിക്കർ ഉണ്ട്. അപ്പൊ ആ ഗണ്ണ് ഷോട്ട് ചെയ്യുമ്പോ അതിനതില്ലേ നമ്മളെന്താ പറയാ കോൺസെൻട്രേഷൻ ഉന്ന നമ്മൾ റെഡി ആക്കൂലേ? ആ കറക്റ്റ് പിക്ക് അതിൽ കാണിക്കുന്നുണ്ട്. എങ്ങനെ അത് നോക്കിയിട്ട് ചെയ്യണം എന്നല്ലേ? അതിനനുസരിച്ച് നോക്കിയിട്ട് ഗണ്ണ് ചെയ്താ ഷൂട്ട് ചെയ്താൽ മതി. ഏത് കളറ്? മുബാസ് ഇങ്ങനെ നോക്കി പേടിച്ചിട്ട് കളറൊന്ന് മാറ്റി. മുകളത്തെ ചെറിയ 2 ബോളില്ലായിനോ? അതിന്റെ കളർ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട്, കാരണം ഒരു ഡാർക്ക് കളറായി മുബാസിന് കിട്ടിയത്. അപ്പൊ ലൈറ്റ് കളർ ആയിക്കോട്ടെ. ഡാർക്ക് ആയിട്ട് നമുക്ക് നോക്കി എന്തോ ലൈറ്റ് ഡാർക്ക് ആക്കി ലൈറ്റ് ആക്കി അങ്ങനെ എന്തോന്ന് ചെയ്ത് അങ്ങനെ എന്തോന്ന് ചെയ്തേക്കണ. ഏതായാലും എന്താ അറിയൂല. അപ്പൊ തൈരൊക്കെ പറഞ്ഞ് ഞാൻ കൊളാക്കത്തിട്ട് ഷെമിയെ. ഓക്കെ അപ്പൊ ഏതായാലും മുട്ടക്കറി ആയിട്ട് കാണട്ടോ. അപ്പൊ ആ ഫുഡൊക്കെ ആയി കഴിഞ്ഞ് ഇതാക്കണ. ഇനി നമ്മൾ യൂട്യൂബിലൊക്കെ ഉണ്ടാക്കിയ സാധനം എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത് നോക്കട്ടെ കേട്ടോ. നീ എന്താ ചിരിക്കണേ? അപ്പൊ അല്ല ഇത് ഇനി പറഞ്ഞത് എന്തേനു? മറ്റേ തേങ്ങ അരച്ചിങ്ങാൻ്റെ എന്തൊക്കെ പരിപാടി? ഇന്നത്തെ രാവിലത്തെ ഫുഡിന്റെ കാര്യം ഏകദേശം തീരുമാനമായിരിക്കുന്ന എനിക്ക് തോന്നുന്നു. ഇതിൽക്കും നല്ല പുട്ടായിരുന്നു. ഏതായാലും ഒന്ന് കഴിച്ചോക്കട്ടെ. ഓ കുറച്ച് പറഞ്ഞ പത്തിരിയൊക്കെ അധികം ഒന്നും വേണ്ട. അതൊക്കെ എനിക്ക് കണ്ടിട്ട് എത്ര അടിപൊളി തോന്നില്ല. ഏതായാലും കഴിച്ചു നോക്കാം ഗൈസ്. തക്കാളി കൂട്ടിയെടുത്താലേ രസം ഉണ്ടാവും. ഇനി തക്കാളിക്ക് ഒരു കുറവേണ്ട. തക്കാളി കൂടി എടുക്കട്ടെ ഗൈസ്. ഇനിയിപ്പോ തക്കാളി കൂട്ടിയില്ല പറഞ്ഞിട്ട് ടേസ്റ്റിന് ഒരു കുറവ് വേണ്ട. ഓക്കെ ആശു ఏంటి നോക്കണ? ആശുവിന് കൂടി ആശുവിന് വേഗം മക്കള് വേഗം ഇപ്പൊ ഞാൻ എന്താ കഴിച്ചു നോക്കുക കേട്ടോ. ഒന്നിങ്ങനെ എടുത്തിട്ട് നല്ലോണം ഇങ്ങനെ കൊണ്ട് ആക്കിയിട്ട് ഇനിയിപ്പോൾ തക്കാളി കൂട്ടിയില്ല എന്നുള്ളൊരു പരാതി ഇല്ലാണ്ടിരിക്കാൻ കുറച്ച് തക്കാളി കൂട്ടി ഇനി ഇതാക്കണം. മുട്ടയും കൂട്ടിയിട്ട് ഗൈസ് ഒന്ന് കഴിച്ച് നോക്കുകയാണേ. നോക്കട്ടെ എത്ര വായിട്ടിട്ടെ. വിചാരിച്ചോ തന്നെ അധികം എരു പക്ഷെ കഴിച്ചിട്ട് അടിപൊളിയാ, കുഴപ്പമൊന്നുമില്ല കഴിക്കുക. പക്ഷെ കുറച്ച് എരു കുറച്ചധികം, പക്ഷെ എന്നാലും കഴിക്കുക. ഓക്കെ
ഏതായാലും കഴിച്ചിട്ട് നമ്മൾ പർച്ചേസിങ്ങിന് വേണ്ടി പോവുകയാണ്. അപ്പൊ പർച്ചേസിങ്ങിന് പോകുമ്പോൾ കാണാം കേട്ടോ. ക്ഷമിക്കുന്ന കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട്. അപ്പം അന്നപ്പോ കാണാം. ഓക്കെ, ഞങ്ങൾ ഇതാക്കുന്ന ഡ്രസ്സ് എടുക്കാൻ പോവാട്ടോ. ഞാൻ നല്ല ഹാപ്പിയിലാണ്. നല്ല ഹാപ്പിയിലാണ് ഗൈസ്. എല്ലാവർക്കും വാങ്ങില്ലേ, പിന്നെ സന്തോഷിക്കാണ്ട് വാങ്ങുന്നില്ല. ആശുവിന് ഒന്ന് എടുക്കാൻ 2-3 എടുക്കാത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കാം അല്ലേ. ഇനി വേണമെങ്കിൽ 2 എടുക്കാം. അങ്ങനെ വേണ്ട, ആവശ്യം എന്നാ ഒന്നുകൂടി എടുക്കാം. ഇങ്ങോട്ടൊന്ന് പോവാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് ആശു ഊരി കളിക്കായി അല്ലെ. പിന്നെ എന്തിനാ അവളത് ഡീക്കിന് എന്നാല് ഫസ്റ്റ് അത് ഇടണോ. പിന്നെ ഇന്നില്ലേ ഞാൻ ഷൂടുമ്പോ അതും കേറിയിടാൻ വരുവോള്. ഉണ്ട് എല്ലാം പഠിച്ചു. ടിഷ്യൂ കിട്ടി കഴിഞ്ഞാല് അത് മുഖമൊക്കെ തൊടിക്കൂലേ, മൂക്കൊക്കെ തൊടിച്ച് ഞാൻ സെറ്റ് ആക്കും. ഇത് അങ്ങനെയൊക്കെ ചെയ്യൂട്ടോ സംഭവം. ഷൂ കാൽമേൽ ഇടാനുള്ള ഒക്കെ അറിയാം. അപ്പൊ നമ്മളേതായാലും ഫാമിലിക്ക് ആട്ടോ പോണ, കുന്നമംഗലം ഫാമിലിയിലേക്ക് ആവണം. അപ്പൊ അവിടെ അടിപൊളി സാധനമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. കാരണം നമ്മളിപ്പോ ക്ഷമിക്കിപ്പോ നമ്മള് ആടുന്നാണല്ലോ അല്ലേ ഡ്രസ്സ് എടുക്കല്. സ്വാഭാവികമായിട്ട് ആവറേജ് റേറ്റിന് നല്ല നല്ല സാധനങ്ങൾ കിട്ടൂലേ. പെട്രോളൊക്കെ അടിച്ചിക്കണായിരിക്കും, അടിച്ചാനറിയാം. ഇല്ല എന്നെ കൊണ്ട് തള്ളിക്ക അന്നെ അതിനാണ്ടിട്ട് കൂട്ടിയായി അന്നെ തടിയൊക്കെ നൽകട്ടെ. എന്നോട് ബസ്സിന് പോയിക്കോളാനൊക്കെ പറഞ്ഞു. അത്രക്ക് പിശുക്കാന് ഞാൻ വിടുവോ. വെക്ക് എന്താ നമ്മളെ വിചാരമുള്ള ആരാണ് വെക്ക്. പിന്നെന്താ പറയാ, നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ കയറിയാല് ലോക്കൽ ഹോട്ടലിൽ നോക്ക് പറ്റൂല, എന്തോ പറയാട്ടോ ഹോട്ടലേ പറ്റൂ. ഞാൻ പറയാ നമുക്ക് പാർസൽ വാങ്ങി പൊരേ പോവാനാ. അതാ പറഞ്ഞ ചെറിയ ഹോട്ടലാകുമ്പോൾ പറയൂ മുഖം കൂടെ മാറിട്ടോ. എന്നിട്ട് പറയൂ നമ്മൾ പാർസൽ വാങ്ങാന്ന്. എന്താ വെച്ചാൽ ആട് കയറി കഴിക്കാൻ വെക്ക് ഭയങ്കര മടി. തമാശ പറഞ്ഞാട്ടോ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും എല്ലായിടത്തൊന്നും കഴിക്കുക, എല്ലായിടത്തും അടിച്ചു പൊളിക്കുക അല്ലേ അജമേ. ആവശ്യം കരിച്ചു തുടങ്ങിയിരിക്കുന്നു. അല്ല കുറ്റല്ല, ഞാൻ തമാശ പറഞ്ഞ അപ്പൊ പറഞ്ഞ ഞാൻ ഇതാക്കണ നമ്മള് നമ്മളെ ഏതായാലും നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോ കാണിക്കല്ലേ, നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോ കാണിക്കല്ലേ. എന്നാല് സ്റ്റിച്ച് ചെയ്തെടുക്കണേ സെറ്റ്. ഇത് രസം ഉണ്ടല്ലോ, പക്ഷെ ഇത് വേണ്ട, വേറെ ഏതാ നമുക്ക്. ഇത് ബ്ലാക്ക് ഇത് നോക്കണോ? എന്തായി അശ്വിൻ അതാ ഇറക്കില് വെച്ചാട്ടെ ഗീസ്. കണ്ടേ ഓക്കെ അത് വേണ്ട, ഞാൻ വേറെ എടുക്കാം. ഷെമി അട്ട ബ്ലാക്ക് തന്നെ നോക്കി ഒന്നത് എടുക്കണം. വേറെ ഏതെങ്കിലും എടുക്ക് ഷെമിയായി. ഐശു രസല്ല ഇത് സംഭവം ഒരു വെറൈറ്റി ആണ്, എൻ്റെ അടുത്ത് ഇല്ലാത്തതാണ്. എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടിക്കണോ? എങ്ങനെ നല്ല കളക്ഷൻസ് ഉണ്ടല്ലേ, കിട്ടില്ല കളക്ഷൻസ് ഉണ്ടല്ലേ. നല്ല ഉണ്ട്, അടിപൊളി സാധനം ഉണ്ട് കേട്ടോ. ഞാനൊരു കാര്യം ചെയ്യും, ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ആവശ്യം ഭയങ്കര കൾച്ചർ കേട്ടോ. ഇനി നമ്മൾ നമുക്ക് കുറച്ച് മാക്സിമം എടുത്തിട്ട് ബില്ലാക്കിയിട്ട് നമ്മൾ വണ്ടിയിലെത്തിയിട്ട് കാണാം കേട്ടോ. ബില്ലെടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ചായ അടിപൊളി ഐറ്റംസ് വന്നിരിക്കുന്നത്. ആവശ്യത്തിൻ്റെ ഒച്ചയും പടയും കാരണം ആവശ്യം ചോക്ലേറ്റ് കൊടുത്ത്, പിന്നെ അതുപോലെ ഫ്രൂട്ട് വാങ്ങി കൊടുത്ത് ഇതൊക്കെ കൊടുത്ത് നിൽക്കുകയാണ്. പിന്നെ ഇവിടെ ചായ കൊണ്ട് തന്നിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതെന്താ സംഭവം, എന്തോ ഒരു സംഭവം റൗണ്ടിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. ഇതിൻ്റെ പേര് അറിയുന്നതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഹലുവ കൊണ്ടുവന്നിരിക്കുന്നത് ഗൈസ്.
നമ്മൾ ഈ നുറുക്ക് വലുതാണ് നല്ല കുറുക്കുറുണ്ട് അടിപൊളിയില്ലേ പിന്നെ ചായ കുടിക്കാനുണ്ടോ കിട്ടില്ല അടിപൊളി ചായ കേട്ടോ അല്ലേ നല്ല ചായ അപ്പം ഞാൻ പോണ പോക്കിൽ എനിക്ക് ചായ വാങ്ങി തരണം വിചാരിച്ചു ചെന്നെ ഇനി കേസ് ബില്ലടിച്ചിട്ട് നമ്മൾ വണ്ടി കാണാം കേട്ടോ ഓക്കെ സംഭവം അടിപൊളി ആയിക്കാന് ഡ്രസ്സൊക്കെ എടുത്ത് ഇനി ഡ്രസ്സ് ഒരു ചായ കോൽ തന്നിട്ടോ കേസ് സംഭവം അടിപൊളി ആയിട്ടാ ചായന്റെ പരിപാടിയിലേ അങ്ങനെ അയക്കൂല അതായിരിക്കൂല അതിപ്പോ ചായ കുടിക്കണമെങ്കിൽ പർച്ചേസിംഗിന് ഇടയിൽ കൊങ്ങി കഴിഞ്ഞാൽ അത് ചായ കുടിക്കുക അത്രേ ഉള്ളൂ ഏതായാലും പക്ഷെ നല്ല പരിപാടിയാ അല്ലേ ചായ ഒക്കെ തന്നെങ്കിൽ കുറച്ച് പെണ്ണുങ്ങളോടൊക്കെ അഭിപ്രായം ചോദിച്ചേ ഓലൊക്കെ സ്ഥിരമായിട്ടായിരുന്നു ഡ്രസ് അല്ലേ നല്ല നല്ല കളക്ഷൻസ് ആട്ടോ വണ്ടികൾക്ക് പിന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ടോപ്പൊക്കെ ഉണ്ട് ഇനിയിപ്പോ ക്ലോത്ത് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോടാ സംഭവം അടിപൊളിയാണ് കേട്ടോ ഏതായാലും അപ്പോൾ ഏതായാലും വന്നിങ്ങാണ്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം സംഭവം നല്ല കളക്ഷൻസ് ഉണ്ട് ഏതായാലും അല്ലേ അപ്പൊ കേസ് നമ്മൾ അങ്ങനെ വരുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് എത്രയോ ആഗ്രഹമുള്ള സംഭവം കേട്ടോ ഞാൻ റോഡ് സൈഡ് ഇങ്ങനെ കണ്ടിക്കണെങ്കിലും വളരെ ചെറുപ്പത്തിൽ ഞാൻ അത്രയും ചെറുതായ ടൈമിനോട്ടോ കഴിച്ചിട്ടുണ്ടാവും പക്ഷെ ഇതുവരെ ഞാൻ കഴിച്ചില്ല എന്നെ കൂട്ടിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു അതാണ് ഞാൻ ഇത്ര ലേറ്റ് ആയത് അപ്പൊ കേസ് ഞങ്ങൾ അങ്ങനെ വരുമ്പോ ഇതാക്കണ കണ്ടതാ അടിപൊളി സാധനം കണ്ടില്ലേ അതിന്റെ പേര് ഓരോട് ചോദിക്കാം എനിക്കറിയൂല ഏതായാലും കേസ് നമ്മൾ ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ അങ്ങോട്ട് പോയി നോക്കുക അപ്പൊ നമ്മളുടെ പുറത്തെത്തി കേസ് മലയാളം തരൂ ഓക്കെ ഇത് എത്ര റേറ്റ് 10 പീസ് 10 പീസ് 100 അപ്പൊ ഒരു പീസിന് 10 വരുന്നത് 10 രൂപ അല്ലേ ഇതിന്റെ പേരെന്താ സാധനത്തിന്റെ പണം നൊങ്കില്ലേ ഓക്കെ അപ്പൊ ഇതിന്റെ പേര് പണ നൊങ്ക് എന്നാ പറഞ്ഞത് കേട്ടോ പണ നൊങ്ക് വേറെ എന്തെങ്കിലും പേരുണ്ടാവും നമുക്ക് ഓർമ്മല്ല അപ്പൊ ഏതായാലും ഈറ്റാല് ഒരു 5 എണ്ണം തരും ഇത് വെട്ടണത് നോക്ക് കേസ് അടിപൊളി സംഭവം ഭയങ്കര സോഫ്റ്റ് ആണ് തോന്നുന്നു അല്ലേ ഓഹോ ഒന്നിൽ എത്ര പീസ് ഉണ്ടാവും? ഒന്നില് 3 പീസ് ഉണ്ടാവും, 2 പീസും ഉണ്ടാവും, 1 പീസും ഉണ്ടാവും. ചിലപ്പോ 4-5 കിട്ടും. 4-5 കിട്ടും അല്ലേ? ഇതിലിപ്പോ എത്ര പീസാ കിട്ടിയത്? 3 പീസ്. 3 പീസ് അല്ലേ? ഓ നമുക്ക് നഷ്ടമായി പോയി കേസ്. 3 പീസേ ഉള്ളൂ. ഓ സംഭവം സെറ്റ് ആട്ടോ. അതിന്റെ ചെത്തന കാണാൻ ഇതിന് കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നാ പറയുന്നത്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. എന്തൊക്കെ ഗുണങ്ങളുള്ള ഇതിന്? നല്ല ചൂട് തണുപ്പാവും. ചൂട് നല്ല തണുപ്പാവും. ചൂട് സമയത്ത് ഭയങ്കര തണുപ്പൊക്കെ ഉണ്ടാവും. പിന്നെ സ്റ്റോൺ ഉണ്ടാവും, കല്ലടപ്പ് സ്റ്റോണ്, അതുപോലെ ഗുണമാവും. നല്ല കരുപ്പണയെ ഗുണം നല്ല കളിക്കല, നല്ല ഇഷ്ടമാണ്, നല്ല ചൂട് തണുപ്പാവും. ഇതില് ഒരു പീസിനാണോ നിങ്ങൾ പറഞ്ഞ 10 രൂപ അല്ലേ? ഓക്കെ, ഒരു പീസിനാണ് 10 രൂപ. ഞാൻ വിചാരിച്ചു ഒരു എഴുന്ന് ഒരു പീസിന് 10 രൂപ അല്ലേ? ഓക്കെ ഓക്കെ, അങ്ങനെ ആകുമ്പോ നമുക്ക് ഇത് മതിയോ ഗൈസ്? ഏതായാലും ഇത് കഴിച്ചു നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ അധികം വാങ്ങല്ലേ. ഗൂഗിളിൽ എന്താ ടൈപ്പ്? ഐസ് ആപ്പിൾ സെറ്റ് ചെയ്താൽ മതി. ഐസ് ആപ്പിൾ ഗുണങ്ങൾ ഫുള്ളാണ്. കർപ്പിണി പെണ്ണുകള്, പിന്നെ അതിനടുത്ത് സ്റ്റോൺ ഉള്ളത്, പിന്നെ കല്ലടപ്പ്, എല്ലാത്തിനും ഗുണമാണ്. നല്ല 15 ഗുണമാണ്. ഓക്കെ, അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ ഞാനിപ്പോ പറയാം. അപ്പൊ ഗൈസ് ഇത്ര ഐസ് ആപ്പിൾ എന്ന് പറഞ്ഞ് ഗൂഗിൾ ചെയ്താല് ഇതിന്റെ ബെനിഫിറ്റുകൾ കുറെ കാണാന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഏതായാലും ഗൂഗിൾ ചെയ്ത് നോക്കാം. ഏതായാലും ക്ഷമിയായി ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇതും കഴിച്ചൊക്കെ നമുക്ക് അധികമാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വാങ്ങാം. ഐസ് ആപ്പിൾ എന്നാണ് ഇതിന് ഗൂഗിൾ ചെയ്തിട്ട് പറയാൻ പറഞ്ഞത്. വേറെന്തോ ഒരു പേര് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ മറന്നുപോയി. നമ്മളിതിൽ നിങ്ങൾക്ക് അറിയാലോ, അത് കേൾക്കണവർക്ക്. വേറെന്തോ ഒരു പേരോട് പറഞ്ഞേനോ, അതിനോട് മറന്നുപോയി. ഓ തിന്നാ, അല്ലാണ്ട് പിന്നെ എന്താ ജ്യൂസ് അടിക്കാൻ പറ്റുമോ? എന്നോട് ചോദിച്ചു നോക്കാം. അറിയൂല. ഏതായാലും കഴിച്ചു. ഏതായാലും ഗൈസ് ഞാൻ എന്താ ഇതൊന്ന് കഴിച്ചു നോക്കാം. അപ്പൊ ഗൈസ് നമ്മളിത് ഇങ്ങനെ അങ്ങോട്ട് പൊളിക്കുമ്പോ അതിന്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. അത് കുടിക്കുക. പക്ഷെങ്കിൽ വെള്ളത്തിന് വലിയ മധുരമല്ല. പക്ഷെങ്കിൽ ഉള്ളിലത്തെ സാധനം കഴിച്ചു നോക്കാം കേട്ടോ. സാധാ നമ്മൾ എഴുന്നില്ല ക്ഷമിയെ, പക്ഷെ അത്ര എനിക്ക് മധുരം തോന്നുന്നില്ല. ഇത് മധുരം ഇല്ലാത്ത അതല്ല, ഇതിന്റെ പുറത്തുള്ള ഈ തോടില്ല, ഈ കാണുന്ന ഈ തോട് കഴിക്കരുത്. ഈ തോട് കഴിക്കുമ്പോ കയ്പ്പ് വരുന്നുണ്ട്. ഈ മുകളിലത്തെ സാധനം തന്നെ കഴിക്കുന്നതിന് ഇതങ്ങനെ അങ്ങ് എടുത്താൽ മതി. അങ്ങോട്ട് കണ്ടില്ലേ?
വിരലോണ്ട് തന്നെ. ഇനി സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സുഖമായി. സ്പൂണൊക്കെ എടുത്ത് പിടിക്കും. ആ സ്പൂണ് കൈ പിടിച്ച് ഞാൻ പോരാണ്ട് ഗസ്റ്റ് കഴിക്കുമ്പോ. അങ്ങനെ നിക്കാക്കി തരുമോ? രസം നല്ല കപ്പില്ല. അതന്നെ ഇങ്ങനെ കഴിച്ചു നോക്ക്. ഞാൻ തന്നെ കഴിച്ചു നോക്ക്. ഓക്കെ അല്ലേ? സംഭവം അടിപൊളിയാണ്. പക്ഷെങ്കിൽ ഷെമി ആദ്യം തന്നെ എന്ത് ചെയ്തെന്ന് അറിയോ? അതിന്റെ പുറത്തുള്ള തോട് അടിക്കി ഞങ്ങൾക്ക് അടിച്ചു പോയി. അതാ സംഭവിച്ചത്. എനിക്ക് വീഡിയോ അതിന്റെ പേയല്ലേ. അപ്പൊ ഏതായാലും ഈ ഡ്രസ്സും കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. എനിക്ക് ഏതായാലും അവിടെ പോയിട്ട് ഒരാളിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് വ്ലോഗ് എടുക്കുമ്പോ പറഞ്ഞാല് ഏതായാലും കേസ് ഈ ഡ്രസ്സ് ഏതാണ്ട് അടുത്ത രീതിയിൽ കാണിക്കുക. പിന്നെ ഞാൻ ഇതുവരെ ഡ്രസ്സ് എടുത്തില്ല. അപ്പൊ ഞാൻ ചിലപ്പോ ഇന്ന് രാത്രി എടുക്കും കേട്ടോ. അടുത്ത വീഡിയോയിലല്ല, നമ്മള് പരിപാടി ഇല്ലേ, അതിനൊക്കെ കുറച്ച് ദിവസം കൂടി ഇല്ലേ. ഓക്കെ, ഒരു ഫാമിലി മീറ്റ് ഉണ്ട് കേസ്. ഞങ്ങളെ താഴത്തൊടി ടി ഫാമിലി എന്ന് പറഞ്ഞാൽ താഴത്തൊടികയിൽ ഫാമിലി. അതാണെങ്കിൽ നമ്മളെ ബ്ലോഗില് ഫ്രണ്ട്സ് ഫാമിലി എല്ലാം ഉണ്ടാവും കേട്ടോ. ട്രാവൽ ഉണ്ടാവും, വീട്ടിലെ പരിപാടികൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും ഇല്ലേ. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.